ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. എല്ലാ കാലത്തും മനുഷ്യൻ ദൈവത്തിന് എതിരായി നീങ്ങുന്ന പല സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട്. മനുഷ്യൻ്റെ ഉൽപ്പത്തി മുതൽ ഇന്നേ ദിവസം വരെയുള്ള ചരിത്രം പഠിച്ചാൽ മനുഷ്യൻ ദൈവത്തെ തോൽപ്പിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നു, ദൈവത്തോട് മത്സരിക്കുന്നു, അനുസരണക്കേട് കാണിക്കുന്നു. കഴിവും പ്രാപ്തിയും അറിവും പരിചയവും ഒക്കെ ഉള്ളതുകൊണ്ട് ജയിച്ച് മുന്നോട്ട് പോകാം എന്ന് പലരും വിചാരിക്കുന്നു. എന്നാൽ വളരെ വ്യർത്ഥമാണ് അങ്ങനെയുള്ള തീരുമാനങ്ങൾ. യഹോവ ജാതികളുടെ ആലോചന വ്യർത്ഥമാക്കുന്നു, വംശങ്ങളുടെ നിരൂപണം വ്യർത്ഥമെന്ന് ദൈവം അറിയുന്നു. ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിൽ, വരുവിൻ, നാം ഭൂതലത്തിൽ ഒക്കെയും ചിതറിപ്പോകാതിരിപ്പാൻ ഒരു പട്ടണവും ആകാശത്തോളം എത്തുന്ന ഒരു ഗോപുരവും പണിയുക, നമുക്ക് ഒരു പേരും ഉണ്ടാക്കുക എന്ന് അവർ പറഞ്ഞു. മനുഷ്യർ പണിത പട്ടണവും ഗോപുരവും കാണേണ്ടതിന് ദൈവം ഇറങ്ങി വന്നു. നാം വായിച്ച ഈ വചനത്തിൽ എന്തെങ്കിലും പോരായ്മകൾ ഉള്ളതായിട്ട് നമുക്ക് തോന്നുകയില്ല. ഒരു കൂട്ടം ആളുകൾ ഒത്തുചേരുന്നു, അവർ ഒരു തീരുമാനമെടുക്കുന്നു, ആകാശത്തോളം എത്തുന്ന ഒരു പട്ടണം പണിയണം, അതുവഴി നമുക്ക് ഒരു വലിയ പേരുണ്ടാക്കണം. ഒറ്റ നോട്ടത്തിൽ യാതൊരു കുഴപ്പവും ഈ വാക്യത്തിൽ കാണുവാൻ കഴിയുന്നില്ല. കാരണം ഇതൊരു നല്ല കാര്യമാണെന്ന് പലപ്പോഴും പലരും ചിന്തിക്കും. എന്നാൽ എന്താണ് യഥാർത്ഥ കാര്യം എന്ന് വചന നിശ്ചയമുള്ളവർക്ക് മനസ്സിലാകും. ഉൽപ്പത്തി പുസ്തകം 9-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെയാണ് കാണുന്നത്: ദൈവം നോഹയെയും അവൻ്റെ പുത്രന്മാരെയും അനുഗ്രഹിച്ച് അവരോട് അരുളി ചെയ്തതെന്നാൽ, നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറയുവിൻ. അതായത് ജലപ്രളയത്തിന് ശേഷമുള്ള പെട്ടകത്തിലൂടെ രക്ഷ പ്രാപിച്ച അല്പജനം എന്ന് വെച്ചാൽ 8 പേർ. അവരോടാണ് ദൈവം പറഞ്ഞത്, നിങ്ങൾ ഭൂമിയിൽ നിറഞ്ഞ് പെരുകണം. ഭൂമിയിൽ നിറയുവാനാണ് ദൈവം അവരെ അനുഗ്രഹിച്ചത്. പക്ഷേ അതിന് വിരുദ്ധമായിട്ടാണ് അവർ ഗോപുരം പണി ആരംഭിച്ചത്. പേരും പെരുമയും ഉണ്ടാക്കുവാനും സ്വയം ഉയർത്തുവാനും അവർ പട്ടണം പണിയുവാൻ ആരംഭിച്ചു. ദൈവനാമ മഹത്വമല്ല അവർ ആഗ്രഹിച്ചതും ഉദ്ദേശിച്ചതും. ഇത് നാം പ്രത്യേകം ശ്രദ്ധിക്കണം. അവരുടെ രാജാവായ ഷിനാറിലെ രാജാവായ നിമ്രോദിൻ്റെ നേതൃത്വത്തിൽ പറയുകയാണ്, വരുവീൻ, നാം ഭൂതലത്തിലൊക്കെയും ചിതറിപ്പോകാതിരിപ്പാൻ ഒരു പട്ടണവും ആകാശത്തോളം എത്തുന്ന ഒരു ഗോപുരവും പണിയുക, നമുക്ക് ഒരു പേരും ഉണ്ടാക്കുക. ദൈവവചനത്തിന് വിരുദ്ധമായിട്ടുള്ള പണികൾ ഇന്ന് പലയിടങ്ങളിലും നടക്കുന്നു. അത് അവർക്ക് അസാധ്യമാകുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ മറുവശം. ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട്: ജനം ഒന്നാണെങ്കിൽ, അവർക്കെല്ലാവർക്കും ഭാഷയും ഒന്നാണെങ്കിൽ, അവർ ചെയ്തു തുടങ്ങുന്നതും അവർ ചെയ്യുവാൻ നിരൂപിക്കുന്നതൊന്നും അവർക്ക് അസാധ്യം ആവുകയില്ല. ഒരേ മനസ്സോടെ ഒരുമിച്ച് നിന്ന് ഒരേ ലക്ഷ്യത്തിലെത്തുവാൻ ആരൊക്കെ ശ്രമിച്ചാലും അവർ ചെയ്യുന്നത് അവർക്ക് അസാധ്യമല്ല എന്ന് ഉൽപ്പത്തി പുസ്തകം 11-ന്റെ 6 ദൈവം തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ദൈവം അത് തൻ്റെ ഹിതത്തിന് വിരുദ്ധമായിട്ടുള്ള പണികളാണെങ്കിൽ, തൻ്റെ ആലോചനയെ മറികടന്ന് സ്വന്തം ബുദ്ധിയിൽ ഊന്നിക്കൊണ്ടുള്ള പണികളാണെങ്കിൽ, തീർച്ചയായും അങ്ങനെയുള്ള സകല പണികളും തകർത്ത് കളയും. ഐക്യതയ്ക്ക് പകരം അവിടെ ഛിദ്രതയുണ്ടാകും, യോജിപ്പിന് പകരം ഭിന്നതയുണ്ടാകും. അവിടെ സ്വയം ഉയർത്തുവാൻ ശ്രമിക്കുന്ന കാര്യങ്ങൾക്ക് പകരമായിട്ട് അവിടെ വളരെയേറെ പ്രതിസന്ധികൾ സംജാതമാകും എന്നുള്ളതാണ് ചരിത്രം നമുക്ക് തരുന്ന, അല്ലെങ്കിൽ ഷിനാർ ദേശത്ത് ബാബേൽ ഗോപുരം പണിത ആളുകളുടെ അനുഭവത്തിൽ നാം മനസ്സിലാക്കേണ്ടത്. ദൈവം പണി കാണുവാൻ ഇറങ്ങി വന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. നാം പണിയുന്ന പണികൾ എങ്ങനെയുള്ളതാണ്? ദൈവവചനപ്രകാരമാണോ? വചനത്തിന് നിരക്കാത്തതാണോ? വചനത്തിന് പ്രതികൂലമായിട്ടാണോ നമ്മുടെ പണികൾ എന്ന് നാം അറിയാതെ ദൈവം പരിശോധിക്കുന്നു എന്നുള്ളത് നാം ഒരിക്കലും മറന്നു പോകരുത്. ദൈവം ഇറങ്ങി വന്നപ്പോൾ ദൈവത്തിന് മനസ്സിലായി, ദൈവത്തിൻ്റെ ഹിതത്തിന് വിരുദ്ധമായിട്ടുള്ള പണികളാണ് നടക്കുന്നത്. ജനത്തിന് ഐക്യതയുണ്ടെങ്കിലും, ജനത്തിൻ്റെ ലക്ഷ്യമൊന്നാണെങ്കിലും കർത്താവ് ആ പണിയെ തകർത്ത് കളഞ്ഞു. ഇന്നും ദൈവവചനത്തിന് വിരുദ്ധമായിട്ടുള്ള പല പണികളും നടക്കുന്നത് ദൈവം തകർത്തുകൊണ്ടിരിക്കുന്നു. ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അവർ ജയിക്കുകയില്ല എന്ന്
അരുളി ചെയ്തത് സർവശക്തനായ ദൈവമാണ്. ദൈവസഭയ്ക്കകത്താണെങ്കിലും വചനത്തിന് നിരക്കാത്ത നിലയിലുള്ള എല്ലാ പണികളും ദൈവം ഉടച്ചു കളയും. എന്നാൽ ദൈവവചനപ്രകാരം ആരൊക്കെ പണിയുന്നുണ്ടോ അവരുടെ പണികൾ എന്നും എന്നും നിലനിൽക്കും എന്നുള്ളതാണ് ദൈവത്തിൻ്റെ വചനത്തിൽ നാം മനസ്സിലാക്കേണ്ട കാര്യം. നാം ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്യുന്ന പണികൾ ദൈവവചനപ്രകാരമാണോ അല്ലയോ എന്ന് പരിശോധിക്കേണ്ടതാണ്. അത് കുടുംബജീവിതമാകാം, മക്കളെ വളർത്തുന്ന കാര്യമാകാം, അത് സഭാപരിപാലനമാകാം. ജീവിതത്തിൻ്റെ ഏത് മേഖലകളിലും നാം ചെയ്യുന്ന കാര്യങ്ങൾ വചനപ്രകാരമാണോ നാം പണിയുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം. അതിനുള്ള ദൈവകൃപ നമുക്ക് നൽകി തരട്ടെ. നമുക്ക് യോജിപ്പും അതുപോലെ നമ്മുടെ ലക്ഷ്യവും ഒക്കെ നമുക്ക് നന്നെന്ന് തോന്നിയാലും ദൈവത്തിൻ്റെ പ്ലാനിന് പുറത്താണെങ്കിൽ അവിടെ പരാജയമുണ്ടാകും. അതുകൊണ്ട് ദൈവത്തിൻ്റെ ആലോചനയാൽ ദൈവം നമ്മെ നടത്തട്ടെ. നമ്മുടെ പണികളെല്ലാം ദൈവഹിതപ്രകാരം ആകട്ടെ. അതുമാത്രമാണ് നിലനിൽക്കുന്നത്. മറ്റുള്ളതെല്ലാം തകരും, അല്ലെങ്കിൽ ദൈവത്താൽ അത് തകർക്കപ്പെടും. കർത്താവേ, ഞങ്ങളുടെ വചനത്തിനായ സ്തോത്രം. വചനപ്രകാരം പണിയുവാൻ വചനം കേൾക്കുന്ന എല്ലാവർക്കും കൃപ നൽകണം. ക്രിസ്തുയേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. യേശുവേ പോലെയാകുവാൻ, യേശുവിൻ വാക്കു കാക്കുവാൻ, യേശുവേ നോക്കി ജീവിപ്പാൻ ഇവയെ കാക്ഷിക്കും